സന്നിധാനത്തെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? വലിയ ഭക്തജനത്തിരക്കാണോ? സന്നിധാനത്ത് സ്വാഭാവികമായും ആ ചോദ്യത്തിന് പോലും പ്രസക്തിയില്ല. കാരണം മകരവിളക്കാണ്, മകരജ്യോതി ദർശനം. അതിനായി കാത്തിരിക്കുകയാണ് ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ സന്നിധാനത്തും പരിസരത്തുമായി. അതിനാൽ തന്നെ നൂറുകണക്കിന് ഭക്തജനങ്ങൾ 3 ദിവസം മുൻപ് തന്നെ സന്നിധാനത്തേക്ക് ഒഴുകിയെത്തിയിരുന്നു. ഇവിടെ ഈ പാണ്ടിത്താവളത്തും അതോടൊപ്പം തന്നെ ഈ ജ്യോതി ദർശനത്തിന് ഒരുക്കിയിട്ടുള്ള വ്യൂ പോയിന്റുകളിലും ഒക്കെ തന്നെ പർണശാലകൾ കെട്ടി അവർ കാത്തിരിക്കുകയാണ്. 2-3 ദിവസങ്ങളിലായി പാണ്ടിത്താവളമൊക്കെ പർണശാലകൾ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു എന്ന് തന്നെ പറയാം. അതോടൊപ്പം തന്നെ സമീപത്തെ ഉൾക്കാടുകളിലേക്ക് വരെ ഈ പർണശാലകൾ നിരന്നു കഴിഞ്ഞു. എല്ലാവരും കാത്തിരിക്കുന്നത് ഒരൊറ്റ കാര്യത്തിനാണ്. വൈകുന്നേരം ഈ തിരുവാഭരണം ചാർത്തിയുള്ള പൊന്നമ്പലവാസന്റെ ദർശനം, ദീപാരാധന കാണണം, അത് കണ്ട് തൊഴണം. അതിനുശേഷം പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയുന്നത് കാണണം. അങ്ങനെ ആത്മസായുജ്യമടഞ്ഞ് മലയിറങ്ങുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ആയിരക്കണക്കിന് ഭക്തർ ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. 1.5 ലക്ഷത്തോളം ഭക്തർ ശബരിമല സന്നിധാനത്ത് മാത്രം ഈ മകരജ്യോതി ദർശനത്തിനായി എത്തിച്ചേരും എന്നുള്ളതാണ് ദേവസ്വം ബോർഡിന്റെ കണക്കുകൂട്ടൽ. അതിനുവേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ, സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. 10 വ്യൂ പോയിന്റുകളാണ് പ്രധാനമായും ഈ മകരജ്യോതി ദർശനത്തിനായി സന്നിധാനത്തും പരിസരത്തുമായി ഉള്ളത്. ഇവിടങ്ങളിലെല്ലാം കൂടി വലിയ പോലീസ് സന്നാഹം, ഏതാണ്ട് 2500-ലധികം പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. ശബരിമല സന്നിധാനത്ത് കുടിവെള്ളമടക്കമുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. നിലവിൽ നിലയ്ക്കലിൽ നിന്നും പമ്പയിലേക്ക് ഭക്തരെ കടത്തിവിടുന്നത് തടഞ്ഞിട്ടുണ്ട്. കാരണം പമ്പയിലും അതോടൊപ്പം തന്നെ സന്നിധാനത്തും തിരക്ക് നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായാണ് ആ നടപടി സ്വീകരിച്ചിട്ടുള്ളത്. ഇനി ഇവിടെ കാത്തിരിക്കുന്ന ഭക്തജനങ്ങൾ അവർ ഈ വൈകിട്ട് മകരവിളക്ക് കണ്ട് തിരുവാഭരണം ചാർത്തിയുള്ള പൊന്നമ്പലവാസന്റെ ദർശനം കണ്ട് ദീപാരാധന കണ്ട് മലയിറങ്ങിയ ശേഷം ബാക്കിയുള്ളവർക്ക് ഈ സന്നിധാനത്തേക്കുള്ള പ്രവേശനം അനുവദിക്കുകയുള്ളൂ. ഇവിടേക്ക് ഈ പൊന്നമ്പലവാസനെ ചാർത്താനുള്ള തിരുവാഭരണം ലാഹ സത്രത്തിൽ നിന്നും ആരംഭിച്ചിന്ന് വൈകുന്നേരത്തോടുകൂടി 6 മണിയോടുകൂടി സന്നിധാനത്തേക്ക് എത്തിച്ചേരും. ശേഷം ഈ തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന നടക്കും. കൊടിമരച്ചൂട്ടിൽ തന്ത്രിയും അതോടൊപ്പം മേൽശാന്തിയും ഈ തിരുവാഭരണം ഏറ്റുവാങ്ങുകയും ചെയ്യും. ഇതുവരെയുള്ള ഒരുക്കങ്ങൾ സംബന്ധിച്ച് അരുൺ പാറക്കൽ നമ്മോട് വിശദീകരിക്കും. അരുണ്, എന്താണ് ഇനി നടക്കാനുള്ള ചടങ്ങുകൾ? എന്തൊക്കെ സുരക്ഷയാണ് സന്നിധാനത്ത് ഒരുക്കിയിട്ടുള്ളത്? ശ്രീകാന്ത്, സന്നിധാനത്തെ വിപുലമായ സുരക്ഷ ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. 2500 പോലീസുകാരെ സന്നിധാനത്ത് മാത്രം നിയോഗിച്ചിരിക്കുന്നു. ഈ 2500 പോലീസുകാരെ കൂടാതെ 250 ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ സന്നിധാനത്ത് തീർത്ഥാടകർക്ക് സൗകര്യത്തിന് വേണ്ടി നിയോഗിച്ചിരിക്കുന്നു. അതുമാത്രമല്ല, ദേവസ്വം ബോർഡ് 350 പുതിയ ജീവനക്കാരെ സന്നിധാനത്ത് നിയോഗിച്ചിരിക്കുന്നു. 66 കേന്ദ്രങ്ങളിൽ ചുക്കുവെള്ള വിതരണത്തിനായി ദേവസ്വം ബോർഡ് പ്രത്യേക സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയിരിക്കുന്നു. 10 വ്യൂ പോയിന്റുകളാണ്. അപ്പാച്ചിമേട്, അതുപോലെ തന്നെ പാണ്ടിത്താവളം ഉൾപ്പെടെ 10 വ്യൂ പോയിന്റുകളാണ് പ്രധാനമായും ഈ മകരജ്യോതി ദർശനത്തിനായി ക്രമീകരിച്ചിട്ടുള്ളത്. ഈ 10 വ്യൂ പോയിന്റുകളിലും പഴുതടച്ച സുരക്ഷ ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു തരത്തിലും വലിയ രീതിയിലുള്ളൊരു അപായമൊന്നും ഉണ്ടാവാതിരിക്കാനുള്ള തയ്യാറെടുപ്പുകളാണ് ദേവസ്വം ബോർഡും പോലീസും ഒരുപോലെ തന്നെ നടത്തുന്നത്. അതുപോലെ തന്നെ ഈ പർണശാലകൾ 3 ദിവസം മുൻപ് തന്നെ പർണശാലകൾ കെട്ടിക്കൊണ്ട് വലിയ രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ ഭക്തജനങ്ങൾ നടത്തിയിരുന്നു. ആ പ്രദേശങ്ങളിൽ ഈ പർണശാലകളിൽ ഭക്ഷണം പാകം ചെയ്യുന്നതോ മറ്റു കാര്യങ്ങളോ ഉണ്ടാവാതിരിക്കാനുള്ള ക്രമീകരണങ്ങളാണ് ഫയർഫോഴ്സ് പ്രധാനമായും നടത്തിയിരിക്കുന്നത്. എന്തായാലും 1.5 ലക്ഷം മുതൽ 2 ലക്ഷം വരെയുള്ള തീർത്ഥാടകർ ഇന്ന് സന്നിധാനത്തേക്ക് എത്തുമെന്നാണ് ദേവസ്വം ബോർഡിന്റെ ഒരു കണക്കുകൂട്ടലുള്ളത്. അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഇതുവരെ നിലവിലെ കണക്കനുസരിച്ച് 25,000 ആളുകൾ 18-ാം പടി കയറി എന്നാണ് പോലീസ് നൽകുന്ന വിവരം. മണിക്കൂറിൽ 3000-ഓളം ആളുകൾ 18-ാം പടി കയറുന്നു എന്നും പോലീസ് പറയുന്നുണ്ട്. എന്തായാലും ഉച്ചയോടുകൂടി തിരക്ക് കുറഞ്ഞു വരുന്ന സാഹചര്യമാണുള്ളത്. പക്ഷേ 3 ദിവസം മുൻപ് തന്നെ സന്നിധാനത്തേക്ക് എത്തിയ തീർത്ഥാടകർ ഇവിടെ പർണശാലകൾ കെട്ടി തമ്പടിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അവർക്ക് വേണ്ട ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്നലെയും ഇന്നുമായി സൗജന്യമായി ദേവസ്വം ബോർഡ് നൽകുന്നു എന്നുള്ളതാണ്. അതിന് പ്രത്യേക കേന്ദ്രങ്ങൾ പാണ്ടിത്താവളത്തിൽ ഉൾപ്പെടെ പ്രത്യേക കേന്ദ്രങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. എന്തായാലും വിപുലമായ സൗകര്യങ്ങൾ സന്നിധാനത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നു. ശ്രീകാന്ത്, തീർച്ചയായും വേണു, ഇത് തന്നെയാണ്. ശബരിമല സന്നിധാനം മാത്രമല്ല, പമ്പയിലും അതോടൊപ്പം തന്നെ നിലയ്ക്കലിലും ഈ പാഞ്ചാലിമേട്ടിലും പുൽമേട്ടിൽ അങ്ങനെ ഈ വ്യൂ പോയിന്റുകൾ, അപ്പാച്ചിമേട് അടക്കമുള്ള പ്രധാനപ്പെട്ട എല്ലാ വ്യൂ പോയിന്റുകളിലും
കൃത്യമായ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് എന്ന് ദേവസ്വം ബോർഡ് അവകാശപ്പെടുന്നുണ്ട്. ഇന്ന് രാവിലെ 2:46 മകരസംക്രമ പൂജ നടക്കുകയുണ്ടായത്. അത്തരത്തിൽ ഇന്നത്തെ പ്രധാനപ്പെട്ട ചടങ്ങുകളൊക്കെ തന്നെ അതിൻ്റെ മുറ പോലെ നടക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് വൈകിട്ട് 6 മണിക്ക് എത്തിച്ചേരുന്ന തിരുവാഭരണം സ്വീകരിക്കലാണ്. തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധനയാണ്. അതിനുശേഷം മകരവിളക്ക് ദർശനമാണ്. അതിനുള്ള കാത്തിരിപ്പിലാണ് ഭക്തസഹസ്രങ്ങൾ. ശരി, MG പ്രതീഷും പമ്പയിൽ നിന്ന് ചേരുന്നു. പ്രതീഷ്, എന്താണ് പമ്പയിലെ സാഹചര്യം? വേണു, മകരവിളക്കുമായി ബന്ധപ്പെട്ട പമ്പയിലും തീർത്ഥാടകരുടെ ഒഴുക്കാണ്. എന്നാൽ ഈ നിലയ്ക്കൽ നിന്നടക്കം ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് കൊണ്ട് തന്നെ ഈ തീർത്ഥാടകരെ കൃത്യമായി നിയന്ത്രിച്ചുകൊണ്ടാണ് പമ്പയിലേക്ക് കടത്തിവിടുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, അല്പസമയത്തിനകം ഈ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കുള്ള പ്രവേശനം തടയും. 10:30 വരെയാണ് ഇന്ന് പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് തീർത്ഥാടകർക്ക് പോകാൻ കഴിയുന്നത്. ഇനി മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, ഈ ബാരിക്കേഡ് വെച്ച പോലീസ് ഈ യാത്ര തടയുകയാണ്. കാരണം കൂടുതൽ തീർത്ഥാടകർ സന്നിധാനത്തേക്ക് എത്തിയാൽ അത് വലിയ തരത്തിൽ തിരക്കാവും, നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് പോകും. അതുകൊണ്ട് തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള അത്തരമൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും ഈ പമ്പയിലും നിരവധി തീർത്ഥാടകർ തങ്ങുന്നുണ്ട്. പമ്പയിലെ പ്രധാനപ്പെട്ട വ്യൂ പോയിന്റുകളിലൊന്ന് ഹിൽ ടോപ്പാണ്. ഹിൽ ടോപ്പിൽ ഈ പൊന്നമ്പലമേട്ടിൽ നിന്നുള്ള മകരജ്യോതി ദർശനം കാണാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. തിരക്ക് നിയന്ത്രിക്കുന്നതിന് കൃത്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ പമ്പയിലെ ഹിൽ ടോപ്പിലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തീർത്ഥാടകർ ഈ പമ്പയിൽ തന്നെ തങ്ങുന്ന ഒരു സാഹചര്യവുമുണ്ട്. കാരണം ഈ അയ്യപ്പ ദർശനം കഴിഞ്ഞ് തിരികെ പമ്പയിലെത്തി ഹിൽ ടോപ്പിൽ നിന്ന് മകരജ്യോതി ദർശനം കഴിഞ്ഞ് മടങ്ങാൻ നിരവധി തീർത്ഥാടകരാണ് പമ്പയിൽ ഇപ്പോൾ കാത്തു നിൽക്കുന്നത്. അതിന്റെ ഒരു തിരക്കാണ് നമുക്ക് പമ്പയിൽ അനുഭവപ്പെടുന്നത്. കൃത്യമായി കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം വിന്യസിച്ചിട്ടുണ്ട് പമ്പയിൽ. മാത്രമല്ല, ഈ കൂടുതൽ തീർത്ഥാടകർ എത്തുന്നതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ തങ്ങുന്ന തീർത്ഥാടകർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും, അവർക്ക് കുടിക്കുന്നതിനുള്ള വെള്ളം, ഒപ്പം പമ്പയിലെ അന്നദാന മണ്ഡപം 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ട്. അത്തരത്തിൽ ഭക്തർക്ക് സുഗമമായ തീർത്ഥാടനം നടത്താനും ഒപ്പം മകരജ്യോതി ദർശനം നടത്താനുമുള്ള സൗകര്യങ്ങളാണ് ദേവസ്വം ബോർഡ് പ്രധാനമായും പമ്പയിൽ ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കുള്ള തീർത്ഥാടകരുടെ പ്രവേശനം തടയും. ഏകദേശം 5:15 കൂടിയായിരിക്കും തിരുവാഭരണ ഘോഷയാത്ര അപ്പാച്ചിമേട്ടിലെത്തുക. അവിടെ എത്തിയതിനു ശേഷം ദേവസ്വം ബോർഡ് അധികൃതർ സ്വീകരിച്ചുകൊണ്ടായിരിക്കും സന്നിധാനത്തേക്ക് കൊണ്ടുപോവുക. അതിനുശേഷമായിരിക്കും തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന അടക്കം നടത്തുക. എന്തായാലും ദിവസങ്ങളായി ഈ ഒരു ദർശനം, അയ്യപ്പ ദീപാരാധനയും ഒപ്പം മകരജ്യോതി ദർശനത്തിനായും കാത്തു നിൽക്കുന്ന ഭക്തരാണ് നമുക്ക് ഇവിടെയെല്ലാം കാണാൻ കഴിയുന്നത്. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും കൂടുതൽ ഇതര സംസ്ഥാനത്തു നിന്നുള്ള തീർത്ഥാടകരാണ് നമുക്ക് ഇപ്പോഴും പമ്പയിൽ കാണാൻ കഴിയുന്നത്. അവർ ദിവസങ്ങളായി ഇവിടെ തുടരുന്നുണ്ട്. ഇവിടെ വിരിവെച്ച് ഇവർക്ക് ഇവിടെ കഴിയാനുള്ള സൗകര്യം എന്തായാലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം ഇന്ന് കഴിഞ്ഞ് നാളെയും അയ്യപ്പ ദർശനം നടത്താനുള്ള സൗകര്യമുണ്ട്. പക്ഷേ ഈ തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ഇന്നും നാളെയും 50,000 വെർച്വൽ ക്യൂ ബുക്കിംഗ് പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓൺലൈൻ ബുക്കിംഗ് നടത്തി എത്തുന്നവർക്ക് മാത്രമായിരിക്കും ഈ ദിവസങ്ങളിൽ പ്രവേശനം ഉണ്ടാവുക. 2 ദിവസത്തിന് ശേഷം പിന്നീട് സ്പോട്ട് ബുക്കിംഗ് നടത്തി അയ്യപ്പ ദർശനം നടത്താനുള്ള സൗകര്യവും പോലീസും ദേവസ്വം ബോർഡും ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രമാണ് വേണു ഉള്ളത്. ഈ മകരജ്യോതി ദർശനത്തിനായി ആ ഒരു കാഴ്ച കണ്ട് സായുജ്യമടയാനുള്ള ഒരു കാത്തിരിപ്പാണ് പമ്പയിലും നമുക്ക് കാണാൻ കഴിയുന്നത്. ശരി, ശ്രീകുമാരൻ നിലയ്ക്കലിൽ നിന്ന് ചേരുന്നു. ശ്രീകുമാരൻ, നിലയ്ക്കലിൽ എന്തൊക്കെ നിയന്ത്രണങ്ങളാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്? വേണു, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ വാർത്ത ഇതാണ്: നിലയ്ക്കലിൽ നിന്ന് അയ്യപ്പ ഭക്തരെ കടത്തിവിടേണ്ടതില്ല, ഒരു പരിധിവരെ അവിടെ പമ്പയിൽ ഫുള്ളായിരിക്കുന്നു എന്ന ഒരു ശബ്ദ സന്ദേശം അല്പസമയം മുൻപാണ് ദേവസ്വം ബോർഡിൻ്റെയും പോലീസിൻ്റെയും ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ KSRTC ബസ്സുകളടക്കം ഇവിടെ പിടിച്ചിട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. വലിയ തിരക്ക്, നേരത്തെ സൂചിപ്പിച്ച പോലെ വലിയൊരു തിരക്ക് എന്തായാലും നിലയ്ക്കൽ കാണുന്നില്ല. പക്ഷേ ഇപ്പോഴും ഇതര സംസ്ഥാനത്തു നിന്നുള്ള തീർത്ഥാടകർ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ നമ്മൾ താഴെയൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മോട് ചോദിക്കുന്നുണ്ട്, അങ്ങോട്ട് കടക്കാൻ പറ്റുമോ, എത്ര മണിവരെ സന്നിധാനത്തേക്ക് പോകാൻ പറ്റുമെന്നൊക്കെ. അതായത് കാര്യങ്ങൾ അറിയാതെ, പമ്പയിൽ നിന്ന് ഇനി പ്രവേശനം 10 മണിക്ക് ശേഷം ഉണ്ടാകില്ല എന്നൊന്നും അറിയാതെ കടന്നു വന്ന അയ്യപ്പ ഭക്തരാണ് ഇത്തരത്തിൽ സംശയങ്ങൾ ചോദിക്കുകയും അതുപോലെ തന്നെ ഇവിടെ തന്നെ തുടരുകയും ചെയ്യുന്നത്. ഇനി അവർ ചെയ്യാൻ പോകുന്നത് വൈകുന്നേരമാകുമ്പോഴേക്കും ഇവിടുത്തെ ഉയർന്ന മേഖലകളിലിരുന്ന് ഈ മകരവിളക്ക് കാണുക, അല്ലെങ്കിൽ മകരജ്യോതി ദർശനം നടത്തുക എന്നതായിരിക്കും അവർ ചെയ്യാൻ പോകുന്നത്. അല്പസമയം മുൻപാണ് തിരുവാഭരണ ഘോഷയാത്ര ഇവിടേക്ക് എത്തിച്ചേർന്നത്. വൻ
ഒരു ജനാവലി തന്നെയായിരുന്നു അതിനെ പിന്തുടർന്നും ആ തിരുവാഭരണം കണ്ട് തൊഴാൻ വേണ്ടി ഈ പരിസരങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. ADGP ആർ നിശാന്തിനിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് അതിനൊരു സുരക്ഷയൊരുക്കി ഇവിടേക്ക് വന്നിരുന്നത്. എന്തായാലും നിലയ്ക്കൽ ക്ഷേത്രത്തിൽ, ശിവക്ഷേത്രത്തിൽ, മഹാദേവ ക്ഷേത്രത്തിൽ അവിടെ വെച്ച് പ്രത്യേക പൂജകളോടുകൂടി ദർശനത്തിന് സൗകര്യമുണ്ടായിരുന്നു. അതിനുശേഷമാണ് കടന്നുപോയത്. എന്തായാലും ഇപ്പോൾ നമ്മൾ ആ പാർക്കിങ്ങിൻ്റെ ദൃശ്യങ്ങളാണ്, പാർക്കിംഗ് ഗ്രൗണ്ടിൻ്റെയൊക്കെ ദൃശ്യങ്ങളാണ് ക്യാമറാമാൻ പകർത്തുന്നത്, സഞ്ജയ് ഇക്ബാൽ പകർത്തുന്നത്. എന്തായാലും സഞ്ജയുടെ ദൃശ്യങ്ങൾ തന്നെ വളരെ വ്യക്തമാക്കുന്നത് ഇപ്പോൾ നിലയ്ക്കലിൽ പൂർണ്ണമായി വാഹനങ്ങളുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ വാഹനങ്ങളിൽ വന്ന ആളുകളാണ് പമ്പയിലേക്കും അതുപോലെ തന്നെ സന്നിധാനത്തേക്കുമൊക്കെ എത്തിച്ചേരുന്നത്. അതായത് ഇവിടുത്തെ വാഹനങ്ങളുടെ എണ്ണം എടുത്താൽ ഇവിടുത്തെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ എത്ര വാഹനങ്ങൾ വന്നിട്ടുണ്ട് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായി അവിടെ എത്ര ആളുകളുണ്ട് എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകും. എന്തായാലും സന്നിധാനത്തും പമ്പയിലും ഒക്കെ ആളുകൾ ഇപ്പോൾ തന്നെ തിങ്ങി നിറഞ്ഞു എന്ന തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് വരുന്നത്. MG പ്രതീഷും S ശ്രീകാന്തും അരുൺ പാറാട്ടും ഒക്കെ അത്തരത്തിലുള്ള വിവരങ്ങളാണ് നൽകുന്നത്. എന്തായാലും ഇവിടെ ഒരു തിരക്ക് അനുഭവപ്പെടുന്നില്ല. പക്ഷേ ആളുകൾ ഇപ്പോഴും പല മേഖലകളിൽ തുടരുകയാണ്. നമ്മൾ തിരുവാഭരണ ഘോഷയാത്ര ഇവിടേക്ക് എത്തിയപ്പോൾ കണ്ടതാണ്. അതുവരെ ഒഴിഞ്ഞു കടന്നിരുന്നൊരു മേഖല പെട്ടെന്ന് തന്നെ പൂർണ്ണമായി ജനനിബിഡമാകുന്നത്, ശരണം വിളികളുമായി ആ തിരുവാഭരണ ഘോഷയാത്രയെ അനുഗമിക്കുന്നത്, അതിനോട് അടുത്തു ചേർന്ന് വന്നു നിന്ന് തൊഴുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. എന്തായാലും നിലവിൽ ഇവിടെ തിരക്കില്ല. ഇവിടെ നിയന്ത്രിച്ചു കൊണ്ട് തന്നെയാണ് ഭക്തരെ കടത്തിവിടുന്നത്. എന്തായാലും 10:30 മണിക്ക് ശേഷം സന്നിധാനത്തേക്ക് പ്രവേശനമില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭക്തർ ഇവിടെ തന്നെ തുടർന്ന് തൊട്ടടുത്ത ദിവസമെങ്കിലും സന്നിധാനത്തെത്തി അയ്യപ്പനെ തൊഴുത് മടങ്ങാനായിരിക്കും അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. എന്തായാലും കുറച്ച് കഴിയുന്നതോടുകൂടി കൂടുതൽ തിരക്ക് ഈ മേഖലയിലേക്കും എത്തിച്ചേരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വേണു. ശരി, എരുമേലിയിൽ നിന്ന് ടോബി ജോൺസണും ചേരുന്നു. ടോബി ജോൺസൺ, എന്താണ് അവിടുത്തെ സാഹചര്യം? അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? വേണു, കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെയല്ല ഇന്ന് അല്പം തിരക്ക് കുറവുണ്ട് എരുമേലിയിൽ. അതിനുള്ള കാരണം നേരത്തെ ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ കൂടുതൽ ഭക്തരും അയ്യപ്പ ഭക്തരെല്ലാം തന്നെ ഈ മകരവിളക്കിന് മുൻപ് തന്നെ മകരവിളക്ക് കാണാൻ സാധിക്കുന്ന സ്ഥലങ്ങളിൽ എത്തിച്ചേരുക. അതായത് ശബരിമലയിലേക്ക് എത്താൻ പറ്റുന്ന ആളുകളെല്ലാം തന്നെ, അയ്യപ്പ ഭക്തരെല്ലാം തന്നെ അവിടേക്ക് നീങ്ങിക്കഴിഞ്ഞു. അതോടൊപ്പം തന്നെ അവിടേക്ക് എത്താൻ പറ്റാത്ത ആളുകൾ മറ്റ് ഉയർന്ന സ്ഥലങ്ങളിൽ നിന്ന് ഈ മകരജ്യോതി കാണാൻ പറ്റുന്ന സ്ഥലങ്ങൾ കണ്ടെത്തി അവിടേക്ക് മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് എരുമേലിയിൽ അല്പം തിരക്ക് കുറവുണ്ട്. നമുക്ക് കാണാം, വലിയമ്പലത്തിലും കൊച്ചമ്പലത്തിലും അതുപോലെ തന്നെ വാവൂര് പള്ളിയിലും എല്ലാം തന്നെ എത്തുന്ന ഭക്തരുടെ എണ്ണത്തിൽ നേരിയ കുറവുണ്ട്. നിയന്ത്രണങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പറഞ്ഞിരുന്നു. 7 മണിവരെ, രാവിലെ 7 മണിവരെയായിരുന്നു നിലയ്ക്കലിലേക്കുള്ള വാഹനങ്ങൾ കടത്തിവിട്ടിരുന്നത്. അതിനുശേഷം നിയന്ത്രണങ്ങൾ വന്നു. 6 മണിക്ക് ശേഷമേ ഇനി നിലയ്ക്കലിൽ നിന്നും പമ്പയിലേക്ക് വാഹനങ്ങൾ കടത്തിവിടുകയുള്ളൂ. KSRTC ബസ്സിലാണ് നിലവിൽ എരുമേലിയിൽ നിന്നും പമ്പയിലേക്ക് അയ്യപ്പ ഭക്തർ പോകുന്നത്. മറ്റ് കർശന നിയന്ത്രണങ്ങളൊന്നും തന്നെ എരുമേലി ഭാഗത്ത് ഇല്ല എന്നാണ് അല്പസമയം മുമ്പ് ഇതിന് ചുമതലയുള്ള ASP ഇവിടെ വന്നപ്പോൾ നമ്മളോട് പറഞ്ഞത്. പക്ഷേ തിരക്ക് വർദ്ധിക്കുകയാണെങ്കിൽ, ശബരിമലയിൽ കൂടുതൽ തിരക്ക് വരികയാണെങ്കിൽ അതിനനുസരിച്ചുള്ള നിയന്ത്രണങ്ങൾ താഴേക്കും, അതായത് പമ്പയിലും നിലയ്ക്കലും വരുന്നത് പോലെ തന്നെ എരുമേലിയിലും നിയന്ത്രണങ്ങൾ വന്നേക്കാം. എന്തായാലും നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമാണ്. കൂടുതൽ തിരക്കൊന്നുമില്ല. കാരണം ആ തിരക്ക് കുറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇനി നിർണായക മണിക്കൂറുകളാണ്. ഭക്തർ കാത്തിരുന്ന ആ നിമിഷമാണ്. അതിനുവേണ്ടി എത്രയും വേഗം തന്നെ ഈ ശബരിമലയിലേക്കും അതുപോലെ തന്നെ മകരജ്യോതി കാണാൻ സാധിക്കുന്ന പ്രദേശങ്ങളിലേക്കും എത്തിച്ചേരാൻ വേണ്ടി ഈ എരുമേലി ഭാഗത്ത് നിന്നും പോയിട്ടുണ്ട്. ഏതായാലും മറ്റ് സ്ഥലങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ചും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ വരുന്ന ഭക്തരാണ് ഇപ്പോൾ ഇവിടേക്ക് കൂടുതലായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ഒരു ആചാരം പോലെ തന്നെ വാവൂര് പള്ളിയിൽ വരികയും വലിയമ്പലത്തിലും കൊച്ചമ്പലത്തിലും എല്ലാം വന്ന് പേട്ടതുള്ളുന്ന ആളുകളെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ചെറിയ ചെറിയ സംഘങ്ങൾ ഇവിടെ എത്തുന്നുണ്ട്. അവരും ഈ 5 മണിക്ക് മുൻപ് തന്നെ അവിടേക്ക് ശബരിമലയിലേക്ക് എത്താനുള്ള ശ്രമങ്ങൾ തന്നെയാണ് നടത്തുന്നത്. എന്തായാലും നിലവിൽ ഇവിടെ വലിയ തിരക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് വലിയൊരു ഭക്തജന തിരക്ക് എരുമേലിയിലും നമ്മൾ കണ്ടു. എന്നാൽ ആ ഒരു സ്ഥിതി ഇന്നുമില്ല. എല്ലാ തവണത്തെയും പോലെ ഈ മകരവിളക്ക് ദിവസം സാധാരണ ഇതേ ഒരു അവസ്ഥ തന്നെയാണ്. തിരക്ക് കുറയും. അതിനുള്ള കാരണം അത് തന്നെയാണ്. മകരവിളക്ക് എന്ന് പറയുന്ന, മകരജ്യോതി എന്ന് പറയുന്ന ആ ഒരു പുണ്യം കാണുന്നതിന് വേണ്ടി തന്നെയാണ് ഭക്തർ എത്തുന്നത്. അതുകൊണ്ട് തന്നെ ശബരിമലയിലേക്ക് എല്ലാ കണ്ണുകളും പോകുന്നു. ആ ഒരു ദർശന പുണ്യം നേടുന്നതിന് വേണ്ടിയാണ് ഭക്തരെല്ലാം എത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് എരുമേലിയിൽ തിരക്ക് കുറഞ്ഞിട്ടുള്ളത്. എല്ലാ നിയന്ത്രണങ്ങളും ഇതിനോടകം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുമുണ്ട്. കർശന നിയന്ത്രണങ്ങളിലേക്ക്, വാഹനങ്ങൾ നിയന്ത്രിക്കുന്നതിലേക്കൊക്കെ പോകേണ്ട ഒരു സ്ഥിതി ഇപ്പോൾ ഇല്ല എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുമുള്ളത്. വേണു.